ഇവനാണ് ഇന്നത്തെ നമ്മുടെ ഹീറോ. എന്താണെന്നല്ലേ, ഇവൻ്റെ സ്കൂളിലെ ആനിവേഴ്സറിയിലെ പരിപാടിയുണ്ട്. സോ നമ്മളതിന് വേണ്ടിയിട്ട് പോയി. വേദന നമ്മൾ ടീൻ റൂമിൽ കൊണ്ട് ഏൽപ്പിച്ചതിന് ശേഷം സ്റ്റേജിൽ വന്നു. ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് വേദുവിന് നമുക്ക് ക്ലാസ്സിലെ ബെസ്റ്റ് പെർഫോമറായിട്ടുള്ള അവാർഡൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് സോ പ്രൗഡ് മോം മൊമെൻ്റ് ആയിരുന്നു, പ്രൗഡ് പേരൻസ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ വേദു സത്യം പറഞ്ഞാൽ സ്റ്റക്കായി അവിടെ നിൽക്കുകയാണ്, ഞങ്ങളെ നോക്കുകയാണ് ഞങ്ങൾ എവിടെയാണെന്ന്. അതാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഫേസ് എക്സ്പ്രഷനിൽ പുള്ളിക്കാരൻ നിൽക്കുന്നത്. പിന്നെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഓരോ പ്രോഗ്രാംസും എന്ത് ക്യൂട്ടാണെന്ന് അറിയാമോ എൻ്റെ പൊന്നി. വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് ലവ് സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ നടുക്ക് നിൽക്കുന്നവരുണ്ടല്ലോ, അവനാണ് നമ്മുടെ ഹീറോ. അയ്യോ, ഇവൻ്റെ ഡാൻസ് കണ്ടിട്ട് ഞങ്ങളെല്ലാം ചിരിച്ചൊരു വഴിക്കാണെന്ന് പറയാമല്ലോ, അത്രയ്ക്കും ചിരിച്ചു അവൻ്റെ ഡാൻസ് കണ്ട്. പിന്നെ ഓരോ കുട്ടികളുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു. ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു, പിന്നെ മയിലുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ തീമിലൊക്കെ എന്ത് രസമാണ്. ആൻഡ് നമ്മുടെ ഹീറോയുടെ പെർഫോമൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഫോട്ടോയൊക്കെ കണ്ടില്ലേ, അതോ നിൽക്കുന്ന അവൻ കോമഡി ആയിരുന്നു. ഇവൻ അതിനകത്ത് കയറി ഇന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഡാൻസ് ചെയ്യുമെന്ന്. അതുപോലെ തന്നെ അവൻ ഡാൻസും ചെയ്തില്ല, വളരെ കുറച്ച് അവൻ എൻജോയ് ചെയ്യുമായിരുന്നു ആ സ്റ്റേജ്. എന്ന് വെച്ചാൽ ചുമ്മാ അവിടെ നിന്ന് ചിരിക്കുക, അതായത് ഫ്രണ്ട്സുമായിട്ട് ഫ്രണ്ട്സിൻ്റെ മദറിനെയും ഫാദറിനെയും കാണിക്കുക, അവൻ്റെ മദറിനെയും ഫാദറിനെയും കാണിക്കുക, ഇതൊക്കെയാണ് അവൻ ആ സ്റ്റേജ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഡാൻസ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ ചെറിയൊരു തട്ടൊക്കെ കിട്ടി, കണ്ണും പൊത്തി കുറേ നേരം നിന്നു. കണ്ണിലെന്തോ ആ പ്രോപ്പർട്ടി വന്നങ്ങണ്ട് വന്ന് അടിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം കുറേ നേരം സ്റ്റക്കട്ട് ചെയ്തിട്ട് അവസാനം എന്തായാലും ഡാൻസ് കളിച്ചു, അവിടെ താഴെയൊക്കെ കിടന്നു. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കളിച്ച് ക്ഷീണിച്ച വേദുക്കുട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ റൂമിൻ്റെ അടുത്ത് പോയി. അവർ ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. തന്നെ കണ്ടില്ലേ എന്ത് ക്ഷീണമാണെന്നറിയാമോ ഫേസിൽ. അങ്ങനെ ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഇതായിരുന്നു കേട്ടോ കിട്ടിയ മൊമെൻറ്റോ. ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു, ഒരു ചെറിയ ട്രീറ്റ്. ഒന്നില്ലെങ്കിലും ഒരു പെർഫോമർ ആണല്ലോ നമ്മുടെ. അങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് ഒരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. ആൻഡ് വി ആർ സോ പ്രൗഡ് ഓഫ് ഹിം.